ഇന്ന് നമ്മളുള്ളത് നില ഓർക്കാഡ്സിലാണ് കേട്ടോ. ഒരുപാട് എക്സോട്ടിക് പ്ലാന്റുകൾ, അതും അടിപൊളി ക്വാളിറ്റിയിലാണ് ഇവരിവിടുന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. എൻ്റെ പേര് ഷിബു എന്നാണ്. ഞങ്ങൾ ഈ നില ഓർക്കാഡ്സ് ആരംഭിച്ചിട്ട് ഏതാണ്ട് ഇപ്പോൾ 8-9 വർഷമായി. ഞങ്ങളുടെ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കരുനാഗപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ കിഴക്ക് തൊടിയൂർ പഞ്ചായത്തിലെ പ്ലാവിള ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് കോട്ടൂർക്കോണം മാവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 3 വർഷം കൊണ്ട് ഇത് കായ്ഫലം തരും. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മാന്തൈയാണ്. നമുക്കിവിടെ 200 രൂപ മുതലുള്ള കോട്ടൂർക്കോണത്തിൻ്റെ തൈകൾ ലഭ്യമാണ്. ഇത് ജാർവി റെഡ് ഇനത്തിൽപ്പെട്ട പേരയാണ്. നല്ല ചുവപ്പ് കളറിലുള്ള അരി കുറഞ്ഞ പേരയാണ്. അപ്പോൾ ഇത് നമ്മൾ 350 രൂപയ്ക്കാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം വീഡിയോ ഓഫറായിട്ട് നമ്മളൊരു 250 രൂപയ്ക്ക് ഇതിൻ്റെ തൈകൾ കൊടുക്കും. ആവശ്യം പോലെ തൈകൾ ഇവിടെ സ്റ്റോക്കുണ്ട്. ഇത് തായ്വാൻ പിങ്ക് ഇനത്തിൽപ്പെട്ട പേരയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കായ കിട്ടും. അപ്പം ഒരു നല്ല മധുരമുള്ള, നല്ല അരി കുറഞ്ഞ, മനോഹരമായ രുചിയുള്ള പഴമാണ് ഇതിൻ്റേത്. ഇത് നമുക്ക് 100 രൂപ വിലയ്ക്കാണ് നമ്മൾ ഇതിവിടെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഒരു ബഡ്ഡിങ് ഏരിയയാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ 90% ചെടികളും നമ്മളിവിടെ തന്നെയാണ് ബഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യക്കാർ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടാണ് നമ്മുടെ ചെടികളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ മദർ നഴ്സറി ആയിട്ട് ഞങ്ങൾക്ക് 2-3 ഏരിയയിലായിട്ട് 3-4 ഏക്കറിൽ നമുക്ക് ഇതിൻ്റെ മദർ പ്ലാന്റുകൾ നിൽപ്പുണ്ട്. ഇത് ട്രോപ്പിക്കൽ റസൽ അവക്കാഡോ ആണ്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ തന്നെ അവക്കാഡോ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും തന്നെ ബഡ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഏറെയും നമ്മൾ ആ രീതിയിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളാണ്. അതായത് നമ്മുടെ നേഴ്സറിൽ ഒരു 90% പ്ലാന്റുകളും നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണല്ലേ? ഓക്കെ. ഇപ്പോൾ ട്രോപ്പിക്കൽ അവക്കാഡോൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണുന്നുണ്ട് കേട്ടോ. ഇത് ജെയിൻറ്റ് പർപ്പിൾ മട്ടോവയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് 2 വർഷം കൊണ്ട് ഇത് കായ്ക്കും. ഒരു കോഴിമുട്ടയുടെ വലിപ്പത്തിലുള്ള വളരെ രുചികരമായ ഫലമാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഇത് നില ഓർക്കാഡ്സിൽ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. ഇപ്പോൾ നില ഓർക്കാഡ്സിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ള ഒരു ഇനമാണ് ലോങ്കൻ. അതിനകത്ത് ഇത് പിങ് പോങ് ലോങ്കൻ ആണ്. അപ്പോൾ ഇതൊരു 2-2.5 അടി പൊക്കമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 800 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മൾ നില ഓർക്കാഡ്സിൽ തന്നെ ബഡ് ചെയ്ത് എടുക്കുന്ന ചെടിയാണിത്. നില ഓർക്കാഡ്സിലെ മറ്റൊരു വെറൈറ്റി ലോങ്കനാണ് വൈറ്റ് ലോങ്കൺ. അപ്പോൾ ഇത് ഏതാണ്ട് വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം തരുന്നതാണ്. നല്ല ചെറിയ അരിയാണ്, പക്ഷെ നല്ല മധുരമുള്ള ലോങ്കനാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 800 രൂപയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 1200 രൂപ വരെയുള്ള ചെടികളുണ്ട് ഇവിടെ. ഇത് റൂബി ലോങ്കനാണ്. അപ്പോൾ ഇത് നല്ല കാഴ്ചയ്ക്ക് നല്ല മനോഹരമായൊരു ചെടിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുരു ഇച്ചിരി വലുതാണെങ്കിലും വളരെ രുചികരമായ ലോങ്കനാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് ഇവിടെ 600 രൂപ മുതലുള്ള ചെടി ഇവിടെ ലഭ്യമാണ്. ഡബിൾ ലോങ്കനാണ്. അപ്പോൾ ഈ ഡബിൾ ലോങ്കൻ്റെ ഇത് നല്ല കരുത്തുള്ള ചെടികളാണ് ഇവിടെ ഇരിക്കുന്നത്. കൂടുതലും നമ്മൾ തന്നെ ബഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 800 രൂപ മുതലുള്ള ചെടികൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. 4 സീസൺ ലോങ്കനാണ്. നമുക്ക് വേണ്ട ഒരു 3-4 തവണ വർഷം കായ് കിട്ടുന്ന ലോങ്കനാണ്. വളരെ രുചികരമാണ്. ഇത് നമ്മളിവിടെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. നല്ല മിക്കവാറും എല്ലാ ചെടികളും പൂവിട്ടാണ്. നമുക്കൊരു 800 രൂപ മുതൽ 1200-1500 രൂപ വിലയുള്ള ഇതിൻ്റെ തൈകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. സ്വീറ്റ് ബുഷ് ഓറഞ്ച് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ സാധാരണ ബുഷ് ഓറഞ്ചൊക്കെ നല്ല പുളിയുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഓറഞ്ച് കഴിച്ചാൽ നമുക്ക് ഓറഞ്ചിൻ്റെ ടേസ്റ്റും അതോടൊപ്പം തന്നെ നല്ല മധുരവുമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് 450 രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം വീഡിയോ ഓഫറായിട്ട് നമ്മൾ 300 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. ഇന്ത്യൻ മുസമ്പിയും വിയറ്റ്നാം മുസമ്പിയും ആവശ്യാനുസരണം സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇത് വിയറ്റ്നാം മുസമ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു വർഷത്തിൽ 2 തവണ ഇത് കായ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് 150 രൂപയ്ക്കാണ് ഈ ചെറിയ ചെടി കൊടുക്കുന്നത്. നമുക്ക് 1000 രൂപയ്ക്ക് മുകളിലുള്ള വലിയ കായ്ച്ച് നിൽക്കുന്ന ചെടികളും ഇവിടെ ലഭ്യമാണ്. ഇത് വർഷത്തിൽ 2 തവണ കായ്ക്കുന്ന ഇഡസ്റ്റാർ ലോങ്കൻ തൈകളാണ്. അപ്പോൾ ഇതേണ്ട 8 അടി പൊക്കമുള്ള ചെടിയാണ്. ഇത് നമ്മൾ 6000 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. പല വിലയിലെ ചെറുതും വലുതുമായ ചെടികളുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ചെടി നമ്മൾ 6000 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇത് വിയറ്റ്നാം മുസമ്പിയുടെ ഒരു വലിയ ചെടിയാണ്. അപ്പോൾ ഇതിവിടെ കായ്ക്കാറായ ഒരുപാട് ചെടികളുണ്ട്. അപ്പം നമ്മുടെ 1000 രൂപ വിലയുള്ള വലിയ ചെടികൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിൻ്റെ തന്നെ ചെറിയ ചെടികൾ 150 രൂപ മുതൽ ഉള്ള ചെടികളുമുണ്ട്. ഇത് സീഡ്ലെസ് ലെമണാണ്. അപ്പോൾ ഇത് നമുക്ക് നാരങ്ങ വെള്ളം പിഴിഞ്ഞു കുടിക്കാനും അതുപോലെ തന്നെ ജ്യൂസായിട്ട് അടിച്ച് കഴിക്കാനുമൊക്കെ ഉള്ള ഒരു നല്ല ചെടിയാണ്. നല്ല മണമാണ്.
അപ്പോൾ ഇത് നമുക്ക് 150 രൂപ മുതൽ ഏതാണ്ട് 300 രൂപ വരെയുള്ള ചെടികൾ നമുക്കിവിടെ ലഭ്യമാണ്. നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുടംപുളിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുടംപുളിയുടെ പലതരത്തിലുള്ള ചെടികളിവിടെ ഉണ്ട്. ഒരു 650 രൂപ വിലയുള്ള വേണ്ട ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ കായ്ക്കാറായ ചെടികളാണ്. ഇനി 7 മാസം കഴിയുമ്പോൾ ഇത് കായ്ക്കും. അതോടൊപ്പം തന്നെ നമുക്കൊരു 450 രൂപയ്ക്ക് അതിനേക്കാൾ കുറച്ചും കൂടെ ചെറിയ ചെടിയുണ്ട്. 250 രൂപയ്ക്ക് വളരെ ചെറിയ ചെടിയും വളരെ ചെറിയ ചെടിയല്ല അതും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അത് ഒരു 2 വർഷത്തിനുള്ളിൽ ഏറ്റവും ചെറിയ ചെടി കായ്ക്കുകയും ചെയ്യും. കാലാപ്പാടി മാവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു മാവാണ്. നല്ല കായ്ഫലം ലഭിക്കുന്ന ഈ മാവ് നമുക്ക് 200 രൂപയ്ക്കാണ് നമ്മളിപ്പം കൊടുക്കുന്നത്. 300 രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഓഫറായിട്ട് നമ്മൾ 200 രൂപയ്ക്ക് നൽകുകയാണ്. റെഡ് ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെട്ട മരമുന്തിരിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ നിള ഓർക്കാഡ്സിനെ സംബന്ധിച്ച് മരമുന്തിരിയുടെ ഒരു വലിയ ശേഖരം നമുക്കുണ്ട്. അപ്പോൾ അതേതാണ്ട് ഇത് 500 രൂപയുടെ ചെടിയാണ്. ഈ 500 രൂപ മുതൽ കായ്ച്ച ചെടി 1500 രൂപയ്ക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ 10,000 രൂപ വിലയുള്ള വലിയ ചെടിയുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പിന്നെ കായ്ച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20ാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാം. അതോടൊപ്പം തന്നെ കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് വർഷം മുഴുവൻ കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇത് ഇഡാസ്റ്റാർ ലോങ്ങനാണ്. ഇതൊരു 6-7 മാസത്തിനുള്ളിൽ കായ്ക്കുന്ന ചെടിയാണ്. ഇതിൻ്റെ വില 800 രൂപയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊലയായിട്ട് നമുക്ക് ഇതിൻ്റെ ഫലം കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് കേരളീയർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചാമ്പച്ചെടികളാണ്. അപ്പോൾ ഇത് ഉമർ വിഭാഗത്തിൽപ്പെട്ട ചാമ്പച്ചെടിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഡൽഹരി ചാമ്പയുണ്ട്. അപ്പോൾ ഈ ഇത്രയും വലിപ്പത്തിലുള്ള നല്ല ചെടികൾക്ക് നമ്മളിവിടെ 600 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല മധുരമുള്ള നല്ല രുചിയുള്ള ചാമ്പയാണ് ലഭിക്കുന്നത്. നല്ല കായ്ഫലം ലഭിക്കുന്ന ചെടികളാണിത്. അബിയു ആണ്, മധുരമുള്ള പഴമാണ് ഇതിൻ്റേത്. നമ്മൾ കരിക്ക് പൂളി കഴിക്കുന്ന കൂട്ട് തന്നെ നമുക്കത് ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 200 രൂപയാണ് ഈ വലിയ ചെടിക്കുള്ളത്. ഇത് 3ാം വർഷം കായ്ക്കുന്ന ചെടിയാണ്. അപ്പം പൂത്തതും കായ്ച്ചതുമായ വലിയ ചെടി നമുക്ക് 1200 രൂപയ്ക്ക് ഇവിടെ ലഭ്യമാണ്. 1200 രൂപ വിലയുള്ള ചെടികളാണ് ഈ കാണുന്ന വലിയ ചെടിയാണ്. അപ്പോൾ ഇതിനകത്ത് പൂത്തതും കായ് പിടിച്ചതുമായ ചെടികളുണ്ട്. അപ്പം ഇപ്പം കൊണ്ടുപോയാൽ തന്നെ നമുക്ക് വളരെ എളുപ്പം തന്നെ ഫലം എടുക്കാൻ കഴിയും. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റിൻ ചെടിയാണ്. അപ്പോൾ ഇതാണ്ട് 150 വർഷം മുതൽ 250 വർഷം വരെ ആയുസ്സുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് തട്ടായിട്ടാണ് നിൽക്കുന്നത്, വളർന്നു വരുന്നത്. അപ്പോൾ 8 വർഷത്തോളം എടുക്കും നമ്മളിത് നട്ട് കഴിഞ്ഞാൽ കായ് പിടിക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് 200 രൂപയുടെ ചെറിയ ചെടിയുണ്ട്, 350 രൂപയുണ്ട്, 550 രൂപയുണ്ട്. അങ്ങനെ പല വിലയ്ക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാൻ കഴിയുന്ന ചെടികൾ ധാരാളമുണ്ട്. അപ്പോൾ ഇത് വളരെ പതുക്കെ കിളിക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് വലിയ ചെടികൾ എടുക്കാൻ. ഇപ്പോൾ ഇവിടെ 2 വർഷം 3 വർഷം പഴക്കമുള്ള മാംഗോസ്റ്റിൻ ചെടികളുണ്ട്. അപ്പോൾ അതെടുത്താൽ നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് കായ്ഫലം കിട്ടും. അപ്പോൾ ഇത് റംബൂട്ടാൻ വിഭാഗത്തിൽപ്പെട്ട പുലാസൻ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മധുരമുള്ള ഫലമാണ്. റംബൂട്ടാനേക്കാൾ കുറച്ചും കൂടെ രുചിയുള്ള ഫലമാണ്. അപ്പോൾ നമുക്കിവിടെ 450 രൂപ മുതൽ 2500 രൂപ വരെയുള്ള ചെടികളുണ്ട്. ഇതാണ്ട് 800 രൂപയുടെ ചെടിയാണ്. അപ്പോൾ ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കും. പക്ഷേ ആദ്യം ഇടുന്ന കായ്ക്ക് അത് പേട്ടുകായായിരിക്കും. അതിനുശേഷം 2ാമത്തെ വർഷം തൊട്ടുള്ള കായ് വളരെ മധുരമുള്ള രുചിയുള്ള കായാണ്. ഇത് N80 വിഭാഗത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. അപ്പോൾ നമ്മൾ ഇതിവിടെ നിള ഓർക്കാഡ്സിൽ തന്നെ ബഡ് ചെയ്യുന്ന ചെടിയാണ്. അപ്പോൾ നമുക്ക് ചെറുതും വലുതുമായ ഏതാണ്ട് 5000-ഓളം റംബൂട്ടാൻ തൈകളുടെ ഒരു ശേഖരം N80 വിഭാഗത്തിലുള്ള റംബൂട്ടാൻ്റെ ശേഖരമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 200 രൂപയ്ക്ക് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെടിയാണ്. നമ്മൾ വീഡിയോ ഓഫറായിട്ട് ഈ വീഡിയോ വന്നിട്ടൊരു 10 ദിവസത്തേക്ക് നമ്മൾ 150 രൂപയ്ക്ക് ഇത് കൊടുക്കുകയാണ് ഈ ചെടി. അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത് 10 ദിവസത്തേക്ക്. നമ്മൾ കേരളീയർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു തെങ്ങാണിത്. കുറ്റ്യാടി തെങ്ങ് എന്ന് പറയും. അപ്പോൾ ഈ കുറ്റ്യാടി തൈ ഇത് ഒറിജിനൽ കുറ്റ്യാടി തൈയാണ്. നമ്മൾ 5 വർഷം കൊണ്ടാണ് ഇത് കായ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 220 രൂപയാണ് നമ്മൾ ഇതിൻ്റെ വില. അതോടൊപ്പം തന്നെ നമുക്ക് ഗംഗാബോണ്ടം ഉണ്ട്, അത് 350 രൂപയാണ് അതിൻ്റെ വില. ഇതൊരു 2.5 വർഷം കൊണ്ട് ഇത് കായ്ക്കും. നല്ല ആരോഗ്യമുള്ള തെങ്ങിൻ തൈയാണ്. പിന്നെ അത് നമുക്ക് DNT ഉണ്ട്, 300 രൂപയാണ് ഇതിൻ്റെ വില. ഇത് മലയൻ ഗ്രീന്, 18ാം പട്ട, പിന്നെ ചെന്തെങ്ങ്, ഇതെല്ലാം തന്നെ 3 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന തെങ്ങിൻ തൈയാണ്. അപ്പോൾ നമ്മൾ 250 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. നല്ല ചുവന്ന രുചിയുള്ള 2 മാമ്പഴങ്ങളാണിത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മിയാസാക്കി മാവാണ്. അതോടൊപ്പം തന്നെ ഇത് ഇവിടെ കിങ് ഓഫ് ചക്കപ്പത്ത് എന്ന് പറയുന്ന മാങ്ങയുണ്ട്. രണ്ടും നല്ല കായ്ഫലമുള്ള ചെടിയാണ്. ഒരു 300 രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇതൊരു തായ്ലൻഡിലുള്ള മാവാണ്, ബനാന മാംഗോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പിന്നെ വിത്തെന്ന് പറയുന്നത് വളരെ നേരിയ ഒരു സ്കെയിലിൻ്റെ കനം മാത്രമുണ്ട്. വളരെ രുചികരമായ ഫലമാണ്. നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ
നന്നായി പിടിക്കുന്ന മാവാണ്. 250 രൂപയ്ക്കാണ് നമ്മൾ ഈ ചെടികൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാറ്റിമൺ മാംഗോ ആണ്. തായ്ലൻഡിലെ ഏറ്റവും കൂടുതൽ നല്ല രുചിയുള്ള, ഏറ്റവും വേഗത്തിൽ കായ്ക്കുന്നുണ്ട്. 1 വർഷം കൊണ്ട് ഇത് കായ്ക്കും. അപ്പോൾ ഇത് നമ്മൾ 200 രൂപയ്ക്കാണ് നമ്മൾ ഈ ചെടി കൊടുക്കുന്നത്. നിള ഓർക്കാഡ്സിൽ 1000-ഓളം മാവ് സ്റ്റോക്കുണ്ട്. ഇത് NIT വിഭാഗത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ ചെടിയാണ്. 7 അടിയോളം പൊക്കമുണ്ട്. അപ്പോൾ ഇത് അടുത്ത വർഷം കായ്ക്കുന്ന ചെടിയാണ്. ഇത് നമ്മൾ 600 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 390 രൂപ വരെയുള്ള ചെടിയും നമുക്കുണ്ട്. ഇത് J33 വിഭാഗത്തിൽപ്പെട്ട പ്ലാം തൈയാണ്. അപ്പോൾ ഇത് നമുക്ക് 120 രൂപ വിലയുള്ള ചെടിയാണ്. നമുക്ക് 250 രൂപ വിലയുള്ള വലിയ ചെടിയുണ്ട്. അപ്പോൾ ഇത് വർഷത്തിലൊരിക്കലാണ് കായ്ക്കുന്നത്. നല്ല രുചികരമായ വരിക്ക ചക്കയാണ് ലഭിക്കുന്നത്. ഇത് വിയറ്റ്നാം എയർലി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാം തൈയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് വർഷം മുഴുവൻ കായ്ക്കാണ്ട് 8 മാസവും നമുക്ക് ചക്ക കിട്ടുന്ന ഒരു പ്ലാവാണ്. നമ്മളിതിൻ്റെ ഒരു 22,500ഓളം പീസ് നമുക്കിവിടെ ലഭ്യമാണ്. ഈ ചെടിക്ക് നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിന് 100 രൂപ തൊട്ട് മുകളിലോട്ടുള്ള ചെടികളുണ്ട്. ഇത് തായ് കിങ് ഞാവലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഞാവലിനേക്കാൾ വലിയ പഴമാണ്. നല്ല മധുരമുള്ള കറുത്ത ഞാവലാണ്. അപ്പം ഇതിൻ്റെ 350 രൂപയ്ക്കാണ് നമ്മൾ ഈ ചെടി കൊടുക്കുന്നത്. സാധാരണ നമ്മുടെ ഞാവൽ തൈകളുണ്ട്. ഇത് 150 രൂപയ്ക്ക് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇത് സീറ്റമ്പഴമാണ്. നമ്മളിതാണ്ട് മിക്കവാറും കായ്ച്ച ചെടികൾ ഇവിടെ ലഭ്യമാണ് ഈ കവറിൽ തന്നെ. ഏതാണ്ട് 350 രൂപ വിലയുള്ള സീറ്റമ്പഴം, നല്ല മധുരമുള്ള അമ്പഴമാണ്. ഇത് നമുക്ക് അച്ചാറിടാനും എല്ലാം നല്ല ഒരു ഫലമാണ്. ഇത് കട്ട്നറ്റ് എന്ന് പറയും. അപ്പോൾ ഇതൊരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബദാം പരിപ്പിൻ്റെ രുചിയുള്ള അതേ രീതിയിലുള്ള ഒരു ഫലമാണ് ഇതിന് ലഭിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരിപ്പുള്ള ചെടികളിൽ വലിയ ചെടിയാണ്. അപ്പോൾ ഇതൊരു 550 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 350 രൂപയുടെ ചെടിയും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇതൊരു വ്യത്യസ്തമായ പേരയാണ്. VNR പേര എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് നല്ല വലിപ്പമുള്ള 600 ഗ്രാമൊക്കെ വരും ഇതിൻ്റെ ഒരു പേരയ്ക്ക്. അപ്പോൾ ഇത് 100 രൂപയാണ് ഈ ചെടിക്ക്. അപ്പോൾ ധാരാളം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. അർക്കാക്കിരൺ എന്ന് പറയുന്ന ഒരു പേരയാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കും. 6 മാസത്തിനുള്ളിൽ തന്നെ കായിടും. ഒരു ഇടത്തരം പേരയ്ക്കാണ്. നമുക്ക് ആവശ്യാനുസരണം പേരയ്ക്ക കിട്ടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതൊരു 100 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ആവശ്യം പോലെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇത് മൂവാർ ഗേഡിങ് ഇനത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. അപ്പോൾ അത് നല്ല വലിയ മഞ്ഞ നിറത്തിലുള്ള റംബൂട്ടാനാണ് കിട്ടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമ്മൾ 450 രൂപയ്ക്കാണ് നൽകുന്നത്. മധുരമുള്ള ലൗലോലിക്ക എന്ന് പറയും, സീറ്റ് ലൂവി, ഐശ്വര്യ സീറ്റ് ലൂവി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇത് നല്ല വലിയ തൈയാണ്. നല്ല മധുരമുള്ള വലിയ ലൗലോലിക്കയാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. ഏതാണ്ട് 500 രൂപയ്ക്കാണ് നമ്മൾ ഈ ചെടി ഇവിടെ കൊടുക്കുന്നത്. ഇത് റെഡ് ഐവറി തായ്ലൻഡ് മാവാണ്. അപ്പോൾ ഇതൊരു 350 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. ഇത് ബനാന സപ്പോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നീളത്തിലുള്ള സപ്പോട്ടയാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല ചുവന്നിരിക്കും. നല്ല രുചിയുമുള്ള സപ്പോട്ടയാണ്. നമുക്കിതൊരു 350 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് ബ്ലാക്ക് കസ്തൂരി എന്ന് പറയുന്നൊരു മാവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയാണ് ആൾക്കാരെ ഇത് വളർത്താൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു 300 രൂപയ്ക്ക് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇത് നാംഡോക്ക് മായി എന്ന് പറയുന്ന മാവാണ്. അപ്പോൾ ഇത് നല്ല കരുത്തുള്ള തൈയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കൊരു 300 രൂപയ്ക്ക് ഇത് നൽകാൻ കഴിയും. നല്ല രുചിയുള്ള മാങ്ങയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ജപ്പാൻ പേരയാണ്. നല്ല ആരോഗ്യമുള്ള ജപ്പാൻ പേരയുടെ തൈയാണ്. നമ്മൾ 200 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ഒരു 1/2 കിലോയോളം വെയിറ്റ് വരുന്ന വലിയ രുചിയുള്ള പേരയ്ക്കയാണ്. അപ്പോൾ അതോടെ തന്നെ ഇതിനകത്ത് അരി കുറവാണ്. ഇതൊരു പുതിയ വെറൈറ്റി പേരയാണ്. ബ്ലാക്ക് ഡയമണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നല്ല വലിപ്പമുള്ള പേരയ്ക്കയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ അതേപോലെ തന്നെ കളറുള്ള വലിയ പേരയ്ക്കയാണ്. അപ്പോൾ ഇതിന് ഒരു 500 രൂപയാണ് ഇതിൻ്റെ വില. നമുക്കിത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ. ഇത് ന്യൂ ക്രിസ്റ്റൽ ലോങ്കനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ ഒരിനം ലോങ്കനാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലോറൈഡ് ലായനി തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കിത് കായ്ച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതേതാണ്ട് നല്ലൊരു സ്റ്റോക്ക് നമുക്കിവിടെ ഉണ്ട്. ഇപ്പം നമ്മളിത് 1000 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഓഫറായിട്ട് നമ്മളിത് 800 രൂപയ്ക്ക് കൊടുക്കുകയാണ്.